പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശുനാഥനിലൂടെ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയുമാണ്. ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവുമില്ലാതെ അവിടുന്ന് ഈ ലോകത്തിൻ്റേതായിട്ടുള്ള പല മേഖലകളിലും അതിനെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാനായിട്ടുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് നൽകുമെന്ന് യേശു ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം അവിടുത്തെ രാജ്യമാണ്, അവിടുത്തെ നീതിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്താണ് ദൈവരാജ്യം? റോമാലേഖനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യേക നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവരാജ്യ അനുഭവം. അപ്പോൾ ആ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയെ ഭരിക്കുന്ന അവസ്ഥ. എൻ്റെ ഭരണകർത്താവ് പരിശുദ്ധാത്മാവായി മാറണം, എന്നെ ഭരിക്കുന്നത് ദൈവമായി മാറണം. ഇന്ന് പലപ്പോഴും എന്നെ ഭരിക്കുന്നത് ആരാണ്? ഈ ലോകത്തിൻ്റെ അധിപൻ, അന്ധകാര ശക്തി എന്നെ ഭരിക്കുന്നുവെങ്കിൽ എനിക്കതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ളൊരു ജീവിതത്തെയാണ് യേശുനാഥൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആദ്യം ഇവിടുത്തെ രാജ്യവും നീതി, ദൈവിക നീതി ഇവിടെ ഈ ഭൂമിയിലുള്ള മനുഷ്യർ വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്നതല്ല. മറ്റുള്ളവരുടെ വസ്തുക്കൾ സ്വന്തമാക്കി, മറ്റുള്ളവരുടെ അവകാശങ്ങൾ അടിച്ചു മാറ്റി ജീവിക്കുന്ന ഒരു ജീവിതമല്ല ദൈവനീതി. ദൈവനീതി എന്ന് പറഞ്ഞാൽ സമാധാനത്തോടുകൂടെ മറ്റുള്ളവർക്ക് ദൈവം നൽകിയ ദാനങ്ങളെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിക്കുന്ന അവസ്ഥ, അതാണ് ദൈവത്തിൻ്റെ നീതി. ആ ദൈവനീതി അന്വേഷിച്ച് പരിശുദ്ധാത്മാവിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവമായ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, അവരുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും വരുത്താതെ കൊണ്ട് ദൈവം അവരെ പാലിക്കും. അതോടൊപ്പം ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നതോടൊപ്പം, ദൈവിക നീതി നമുക്ക് ലഭിക്കുന്നതോടൊപ്പം മറ്റുള്ളവയെല്ലാം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്താകാം, ഭവനമാകാം, ജോലിയാകാം, ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനമാകാം, പാപസ്വഭാവങ്ങളിൽ നിന്നുള്ള മോചനമാകാം, തിന്മയിൽ നിന്നുള്ള മോചനമാകാം, തിന്മ പ്രവർത്തിച്ച് ജീവിക്കുന്ന വ്യക്തി നന്മ ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥയാകാം. ഇതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഇന്ന് വരെയും മറ്റുള്ളവരുടെ നന്മ പറയാത്ത വ്യക്തി പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ വ്യക്തി മറ്റുള്ളവരുടെ നന്മ പറയാൻ തുടങ്ങും. മറ്റുള്ളവരുടെ അതിരുമാന്തി, മറ്റുള്ളവരുടെ സമ്പത്ത് കൈക്കലാക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നിർത്തി അവർക്കത് തിരികെ കൊടുക്കുന്ന വ്യക്തിയായി മാറ്റപ്പെടും. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദ്രോഹബുദ്ധിയോടുകൂടെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ ദ്രോഹബുദ്ധി മാറ്റപ്പെടും. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അംഗീകരിക്കുവാനും പറ്റാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവരോട് ക്ഷമിക്കാൻ പറ്റും. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മനസ്സിലാക്കാനും പറ്റാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവരെ മനസ്സിലാക്കാനും അവരെ സ്നേഹിക്കുവാനും പറ്റും. പ്രിയ സഹോദരങ്ങൾ, ഇതാണ് യേശു പറഞ്ഞത്, നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചു, ബാക്കിയെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുവാനും ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ജീവിക്കുവാനായിട്ടുള്ള എല്ലാ മേഖലകളും ഒരു നിത്യസഹായകനായ പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. നമുക്കതിനു വേണ്ടി യത്നിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ,
അവിടെ നരളി ചെയ്തുവല്ലോ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. കർത്താവെ, അങ്ങയുടെ രാജ്യവും നീതിയും അന്വേഷിക്കാതെ ലോകത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അങ്ങയുടെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനവും ദൈവസ്നേഹാനുഭവവും ഞങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആത്മാവിനാൽ നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.